എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ വിഷയം പണവും സിനിമയും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു കാര്യത്തിനെ മാത്രം എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ 1-ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ പഠിച്ച് കയറി വരുന്നത്. ഇപ്പം ഞാനാരും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും പണവും സിനിമയും തമ്മിലുള്ള ഒരു അത് അറിയാലോ. എന്തുകൊണ്ടാണ് എല്ലാവരും സിനിമ എന്ന് പറയുമ്പോൾ ഒരു പാഷനേക്കാൾ ഉപരിയായിട്ട് എല്ലാവരും ഇതിലേക്ക് പോകണമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എനിക്കറിയാം. ഇപ്പോൾ അഭിനയിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നാടകത്തിൽ അഭിനയിക്കാം, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെയൊക്കെ നാടുകളിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ വയ്ക്കുമ്പോൾ പണ്ടത്തെ പോലെ ഒരു നാടകമൊക്കെ ഉണ്ടാക്കി അഭിനയിച്ചാൽ അഭിനയത്തിനോടുള്ള ആഗ്രഹം മാറും. പിന്നെ ഇങ്ങനെ വലിയ സ്ക്രീനിൽ നമ്മളെ കാണണം എന്നുള്ളൊരാഗ്രഹം നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിന് സിനിമ തന്നെയാണ്. അതും ഒരാഗ്രഹമാണ് കേട്ടോ, അതൊരു ചെറിയ ആഗ്രഹമല്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിലേക്ക് ആകർഷിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് തന്നെയാണ്, അല്ലേ? സമ്പത്ത് തന്നെയാണ് എനിക്ക് ഒരുവിധം ആൾക്കാരെയും ആകർഷിക്കുന്നത്. എല്ലാവരും പറയും ഒരു സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ എങ്ങാനും രക്ഷപ്പെട്ടാലോ, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ ഉള്ള ചിന്തയും. ഇപ്പം മമ്മൂട്ടി, മോഹൻലാലൊക്കെ അങ്ങനെ ഒരുപാട് സമ്പത്തും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്, അതുപോലെ തന്നെ അവർ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴും ഞാൻ പറയുന്നു, എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വിശ്വാസപ്രകാരം നമ്മളിലേക്ക് സമ്പത്ത് വന്നു ചേരാൻ നമുക്ക് ഉണ്ടെങ്കിൽ, അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വന്നു ചേരുള്ളൂ. അപ്പോൾ ആ സാധ്യത ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷേ ആ ശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ശ്രമമുണ്ട്. അതിനെ പറ്റിയിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും കൂടെ കൊണ്ട് വല്ല സൈക്കോളജിസ്റ്റിനെ കാണാൻ പറയും, അങ്ങനെ പറയുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അപ്പം സമ്പത്ത് ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അത് ജോലി ചെയ്തിട്ട് മാത്രം നമുക്ക് സമ്പത്ത് ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹിക്കണം, നമുക്ക് സമ്പത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കണം. അപ്പോൾ അത് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് നമുക്ക് സമ്പത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സമ്പത്ത് വരാനായിട്ടുള്ളൊരു ചിന്തയും ആഗ്രഹമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അതങ്ങനെ. പിന്നെ അതൊരു വലിയ വിഷയമാണ് ഈ പണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പോയി പണ്ട് കാലത്തെ പോലെയല്ല, പലർക്കും ഈ സിനിമയിലേക്ക് വരുന്ന പണത്തെ പറ്റിയിട്ടൊക്കെ പലവിധ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിലും വലിയ ചർച്ചകൾ പണത്തിനെ പറ്റിയിട്ട് നടന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിനൊന്നും പറ്റിയിട്ട് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ആധികാരികമായിട്ടൊന്നും തെളിയിക്കാനോ അല്ലെങ്കിൽ അതൊന്നും ഒരു തെളിവോടുകൂടി മനസ്സിലാക്കാനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറേ ആൾക്കാർ കിടന്നിട്ട് അതിങ്ങനെയാണ് അതങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പല നിഗമനങ്ങൾ ഉണ്ടാക്കുകയും പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലും വന്ന് മറുപടി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും പല കമൻറ്റുകളുടെ താഴെയും ഒന്നും അറിയാതെ മരിച്ച് മണ്ണടിഞ്ഞു പോയ ആൾക്കാരെ വരെ തെറി വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാണുമ്പോൾ എൻ്റെ ചിന്ത മുഴുവനും എത്രയോ ഉയരത്തിൽ മനസ്സുകൊണ്ടെത്തേണ്ട മനുഷ്യന്മാരാണ് ഇങ്ങനെ നമുക്ക് ഒരു അറിവും ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി സംസാരിച്ചിട്ട് അതപ്പതിച്ച് പോകുന്നതെന്ന് ചിന്തിക്കാറുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിലും പറയാനുള്ളത്. പിന്നെ ഈ പണം എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ പണത്തിൻ്റെ കാര്യം പറയാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് നടികൾ പറയുന്നുണ്ടായിരുന്നു അവർക്കും ഹീറോസിനും ഒക്കെ ഒരേ സാലറി തന്നെ കിട്ടണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് അത് പോട്ടെ, ഒരേ സാലറി തന്നെ കിട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേറെ ഏതോ ഒരു ഡയറക്ടർ പറഞ്ഞു എന്നാണ് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് സാലറി കൊടുക്കുന്നത്. അല്ലാതെ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത ആൾക്കും നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ആൾക്കും കൂടെ കൂടിയിട്ട് നമുക്ക് ഒരേ സാലറി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചില സിനിമയിൽ ഐശ്വര്യ റായിനെ വെക്കുന്നുണ്ട്, ചില സിനിമയിൽ ഗസ്റ്റ് റോളായിട്ട് തമന്ന വരുന്നുണ്ട്. അപ്പോൾ തമന്ന ഒരു ഗസ്റ്റ് റോളിൽ ഉണ്ടെന്ന് കരുതിയിട്ട് മാത്രം ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ പോയിട്ട് സിനിമ കാണാറുണ്ട്, ഇല്ലേ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യ റായിനെയും തമന്നരെയും ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ച് അവാർഡ് കിട്ടിയ പാർവതി തിരുവോത്തിൻ്റെയും നയൻതാരയുടെയും സിനിമ വന്നു എന്ന് വിചാരിക്കും, റിലീസായെന്ന് വിചാരിക്കും, ഞാൻ കാണാൻ നയൻതാരയുടെ സിനിമയായിരിക്കും. കാരണം എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ കൂടുതൽ ആൾക്കാർ
ഒരാളുടെ തന്നെ അഭിനയം കാണുകയാണെങ്കിൽ, ഒരാളുടെ തന്നെ മൂവി കാണുകയാണെങ്കിൽ അതിനർത്ഥം അവർക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്നാണ്. അപ്പോൾ അവരെ വെച്ചിട്ട് സിനിമ എടുക്കുമ്പോൾ അവർക്ക് അവരുടെ മാർക്കറ്റ് വാല്യൂ മനസ്സിലായി കഴിഞ്ഞാൽ അവർ കൂടുതൽ സാലറി ചോദിക്കും. അപ്പോൾ അവർക്കത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് വേണം, നമുക്കും അതുപോലെ മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അത് ശ്രമം ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബോഡി ഷേപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പം എന്താ പറയുക, ജനിക്കുമ്പോൾ തന്നെ പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാരുണ്ട്, ജന്മനാൽ പാട്ട് പാടാനുള്ള സിദ്ധിയോടുകൂടി ജനിക്കുന്നവരുണ്ട്. ചിലർക്കൊന്നും മൂളാനൊക്കെ അറിയായിരിക്കുള്ളൂ, പക്ഷെ അവർ പ്രാക്ടീസ് ചെയ്ത് അവരങ്ങോട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ ചിലപ്പോൾ ജന്മനാൽ അറിയുന്ന ആൾക്കാരെക്കാൾ കൂടുതലായിട്ട് ഇവർക്കായിരിക്കും സ്റ്റേജ് പരിപാടികളും കാര്യങ്ങളൊക്കെ കിട്ടുക. കാരണം അത് അവർക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കഴിവിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം. ആ മാർക്കറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കും മാർക്കറ്റ് വാല്യൂ കൂടുള്ളൂ. അല്ലാതെ നമ്മൾ കിടന്ന് കറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇത് ഞാനൊരു കലാകാരി ആയതുകൊണ്ട് കൂടിയാണ് ഞാനിത് പറയണത് കേട്ടോ. എനിക്ക് ആരും താഴ്ത്തിക്കെട്ടാനോ ഒന്നിനും വേണ്ടിയിട്ടില്ല. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതാണ്. കാരണം സിനിമ കാണുന്ന നമ്മളൊക്കെ പണ്ട് കാലത്തെ പോലെ ഒന്നുമല്ല. എല്ലാവർക്കും അത്യാവശ്യ കാര്യങ്ങൾ തിരിച്ചറിയാനും പറയാനും അനലൈസ് ചെയ്യാനൊക്കെ അറിയാം അല്ലേ. ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള പോരായ്മകളും അല്ലെങ്കിൽ അതിന് നന്മതിന്മകളും ഒക്കെ പറയാനൊക്കെ അറിയാം. അപ്പം അങ്ങനെയൊക്കെ അത്രയും രീതിയിൽ സമൂഹം വളർന്നു നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കും. ഇപ്പം അവരെ സംബന്ധിച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും വിഷയമില്ല. നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ സിനിമ കാണുന്നുണ്ടാവും. നമ്മളൊരു അഭിപ്രായം അവരെ പറ്റി മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ പുച്ഛിച്ച് തള്ളുള്ളൂ. അത് നമുക്കത് നമ്മൾ ഇപ്പം അവർ ചെയ്യണില്ല, നമ്മൾ പറയുന്ന കമൻസിനെ അവർ മൈൻഡ് ചെയ്യാതിരിക്കുന്ന പോലെ അവർ നമ്മളോട് കാണിക്കുന്നത് നമ്മളും മൈൻഡ് ചെയ്യാതിരിക്കുക. അത്ര തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. ഇപ്പം മുമ്പൊക്കെ വല്ലയിടത്തും വെച്ച് വല്ല സിനിമാ നടിമാരെയൊക്കെ കാണുമ്പോൾ ഞാൻ ആകാംക്ഷയോട് കൂടിയിട്ട് ഓടിപ്പോകുമായിരുന്നു, നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു താല്പര്യമില്ലാണ്ടായി. ഇങ്ങനെ സിനിമ കാണുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നിലേക്കും പോവാതെ ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവരവരെ ജോലി ചെയ്യല്ലേ പൈസ വാങ്ങിച്ചിട്ട്. അല്ലാതെ സന്തോഷ് പണ്ഡിറ്റ് പോലെ പാഷനായിട്ട്, ഒരു പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നടനാവാനോ നടിയാവാനോ ഒരു പാഷനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 10 പൈസ മേടിക്കാതെ അത് ചെയ്യണം. അതിനാണ് പാഷൻ എന്ന് പറയാം. പൈസ വാങ്ങിയിട്ട് നമ്മൾ ചെയ്യണതിൻ്റെ സർവീസാണ്, അതൊരിക്കലും പാഷനല്ല. ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിന് പൈസ വാങ്ങിച്ചാൽ അത് സർവീസായി ഇല്ലേ. അപ്പം ഞാൻ തുറന്ന് പറയണത് അതുകൊണ്ടാണ് ഞാൻ തിരുവാതിരക്കളി പഠിപ്പിക്കുന്നത്. ഫീസ് ഇല്ലാതെയാണ് ഞാൻ തിരുവാതിരക്കളി പഠിപ്പിക്കുന്നത്. ആരെയും ഫീസ് വാങ്ങാറില്ല. ഫീസ് ഇത്ര രൂപ ഒരു തിരുവാതിരക്കളി പഠിപ്പിക്കുന്നതിന് നിങ്ങൾ തരണം എന്ന് ഞാൻ ആരോടും പറയാറില്ല. ചിലപ്പം ഒരു കളി അരങ്ങേറണ സമയത്ത് എനിക്കവർ ദക്ഷിണ തരും. 10 രൂപയൊക്കെ ചില കുട്ടികൾ എനിക്ക് ദക്ഷിണ തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അത് കുറവാണെന്നോ കൂടുതലാണെന്നോ ഒന്നും ഞാൻ പറയാറില്ല. കാരണം ദക്ഷിണ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് ദക്ഷിണയായിട്ടാണ് ഞാൻ എടുക്കുക. അല്ലാതെ എല്ലാവരും കരുതുന്ന പോലെ അത് ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് നോക്കുന്നത് എത്ര രൂപ ഉണ്ടെന്ന് ഞാൻ നോക്കാറില്ല. ദക്ഷിണയായിട്ടാണ് കാണാറുള്ളത്. അതാണ് ദക്ഷിണയും നമ്മൾ ഒരാളോട് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടൊരു കല ചെയ്യണം തമ്മിലുള്ള വ്യത്യാസം. അപ്പം ചോദിക്കും പണ്ട് കഥാപ്രസംഗം പറഞ്ഞപ്പോൾ കാശ് മേടിച്ചിട്ടില്ലേന്ന്. ഞാൻ പറഞ്ഞില്ല, ഈ തിരുവാതിരക്കളിയാണ് പാഷൻ. കഥാപ്രസംഗം ഞാൻ എൻ്റെ കലയായിട്ട് അന്നൊരു ഉപജീവന മാർഗമായിട്ട് തന്നെ നടത്തിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തന്നെ അതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പണമാണ് എല്ലാത്തിൻ്റെയും ഈ സിനിമയിൽ വരുമ്പോൾ കുറേ ആൾക്കാർ ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്നത്. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഒരിക്കലും ഉണ്ടാക്കില്ല. അപ്പം ഇന്നത്തെ സിനിമയെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു പോർഷനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്കിലേ നമുക്ക് ലാസ്റ്റ് ആ ഹേമ കമ്മീഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോഴും അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്ക് ബോറടിക്കും, കുറേ നേരം കേട്ടിരിക്കുമ്പോൾ ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസായിട്ട് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു.